വ്യത്യസ്തങ്ങളായ ഒരുപാട് കഥാപാത്രങ്ങളെ ലളിത ചേച്ചി ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് ലളിത ചേച്ചി ഏറ്റവും ഒരു കഥാപാത്രത്തെ തന്നെ എത്രയോ കാലം ഏറ്റവും ദൈർഘ്യമായി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു ടെലിവിഷൻ പരമ്പരയിലാണ്. അപ്പം സിനിമ ഒരു 40 ദിവസത്തെ സൗഹൃദമാണ്, അല്ലെങ്കിൽ ഒരു അന്ന് സിനിമ 40 തീരുമല്ലോ, 100-150 ഒന്നും ഇല്ലല്ലോ, 35 ദിവസം 40 ദിവസം. നമ്മൾ കാണുന്ന എല്ലാ മികച്ച ഗംഭീര പടങ്ങളും 35 ദിവസമാണ്. മണിയമ്പുഴ പറഞ്ഞു വെള്ളാനകളുടെ നാട് 24 25 വലിയ പടം. പാട്ട് ഒരു ദിവസം കൊണ്ട് എടുത്ത പാട്ട് 25 ദിവസം കൊണ്ട് പടം തീരുന്നു പറഞ്ഞു വന്നത് ഈ പരമ്പരയിൽ ഒരു കഥാപാത്രത്തെ എത്രയോ നാൾ അവതരിപ്പിച്ചു. അപ്പം ഒരു സിനിമയ്ക്ക് ഒരു 50 ദിവസത്തെ ബന്ധമാണെങ്കിൽ വർഷങ്ങൾ നിരന്തരമായി ഒരേ പരമ്പരയിൽ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് വെച്ച് മാസത്തിൽ ഇത്ര ദിവസം ഒപ്പം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് ചെയ്ത ഒരാൾ ലളിത ചേച്ചിയുടെ ഒരു വലിയ സുഹൃത്ത്, നമ്മുടെ എല്ലാം വലിയ സുഹൃത്ത്. ലളിത ചേച്ചിയുമായി ഒരുപാട് ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള ഒരാൾ. ഹൃദയപൂർവ്വം നമ്മുടെ ഓർമ്മയിൽ നിന്നും KPSC ലളിത എന്ന ഈ ഒരു പങ്ക്തിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മഞ്ജു പിള്ള. നമസ്കാരം. വരൂ. ഞാനിപ്പം ഇവരോട് ആമുഖത്തിൽ പറയായിരുന്നു, സിനിമ പോലെയല്ല, ഒരു പരമ്പര 10 കൊല്ലം മറ്റോ ഒന്നിച്ച് അഭിനയിച്ചത് അല്ലേ? 10 വർഷത്തോളം അമ്മ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നീട്ടാൻ ശ്രമിച്ചു, പക്ഷെ അമ്മയില്ലാതെ അത് പൂർണ്ണമാവില്ലായിരുന്നു, അതുകൊണ്ട് നിർത്തി. അങ്ങനെ നിന്നു. നമ്മൾ ഈ ഇടയ്ക്ക് ഞാൻ ഈ പരിപാടിയെ പറ്റി പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞു, ലളിത ചേച്ചിയുമായിട്ട് ഇങ്ങനെ ഒരു കുടുംബ ബന്ധം കൂടെ, പിന്നെ സിദ്ധുവായിട്ട് ബന്ധമുണ്ടായി, ശ്രീകുട്ടിയായിട്ട് ബന്ധമുണ്ടായി എന്നുള്ളതെല്ലാം പറഞ്ഞു. എന്താണ് ലളിത ചേച്ചിയുടെ ഒരു സവിശേഷതകൾ തോന്നിയിട്ടുള്ളത്? ഞാൻ സിനിമയും അല്ലെങ്കിൽ ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പണ്ട് എറണാകുളത്ത് കവിത ഇന്റർനാഷണൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ടായിരുന്നു. പണ്ട് സിനിമാക്കാരുടെ സ്ഥിരം സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ വച്ചിട്ടാണ് ഞാൻ അമ്മ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനത് പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ എന്നെ കണ്ട് അടൂർ സാറിൻ്റെ ഒരു ഡോക്യുമെൻ്ററിയിൽ എൻ്റെ അപ്പൂപ്പനും അമ്മയുമായിരുന്നു അതിൽ അഭിനയിച്ചിരുന്നത്. ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ SP ആശാൻ എൻ്റെ വീട്ടിലൊക്കെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ കണ്ട് ഇങ്ങനെ SP ആശാൻ്റെ കൊച്ചുമോളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറേ നേരം നോക്കിയിരുന്നിട്ട് അയ്യോ എൻ്റെ ശ്രീകുട്ടിയെ പോലിരിക്കുന്നു എന്നിങ്ങനെ പറഞ്ഞ് എന്നെ അവിടുന്ന് ആ താടി പിടിച്ച് തുടങ്ങിയ ബന്ധമാണ്. പിന്നെ എനിക്ക് ഭയങ്കരമായ ആരാധനയായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളൊരു പേഴ്സണൽ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഒരു ഉഗ്രൻ ആർട്ടിസ്റ്റ് എന്നുള്ളൊരു ആരാധന ഭയങ്കരമായിട്ട് കുടിയേറിയൊരു സമയമായിരുന്നു. പിന്നെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ അതും ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് തമ്പി സാർ പറഞ്ഞൊരു സംഭവമുണ്ട്, നീ നായികയാവാൻ നിൽക്കരുത്, നായിക ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോവും, നീ ഭാവിയിലെ KPSC ലളിതയാണ്. അപ്പോൾ ഒരു കാരണവശാലും നായികയാവാൻ നിൽക്കരുത്, KPSC ലളിതയായാൽ നിനക്ക് മരിക്കുന്നത് വരെ അഭിനയിക്കാം എന്ന് എൻ്റെ അടുത്ത് ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി സാറ് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് അമ്മയുടെ വർക്കുകളും അമ്മയുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ എന്നെ ഒരു പക്ഷേ അതൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം എൻ്റെ ആക്ടിങ്ങിൽ. അങ്ങനെയാണ് അവിടുന്ന് ചാനലിൽ നിന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ്. ലളിത ചേച്ചിയും മഞ്ജു ചേച്ചിയാണ്, അമ്മായിമ്മ മരുമോളാണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഇൻട്രസ്റ്റ് ആയി. കാരണം നമുക്ക് ഏറ്റവും കോമ്പറ്റീഷനാണല്ലോ ഒരു ആക്ടിങ് എന്ന് പറയുന്നത്. അവിടെ ഒരു കോമ്പറ്റീഷനുണ്ട്. അതിനേക്കാൾ കൂടുതൽ അഭിനയിക്കുക എന്നുള്ളതല്ല, ആ അഭിനയത്തിനോട് മല്ലിട്ട് നിൽക്കണമല്ലോ, അത് തന്നെ ഒരു കോമ്പറ്റീഷനാണ്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു ത്രില്ലിംഗ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ആ സീരീസിലേക്ക് ഞാൻ വരുന്നതും. പിന്നെ അതിന് മുമ്പേ ബന്ധമുണ്ട്, വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ കാണുമായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്മ എന്നുള്ള സ്ഥാനത്ത് തന്നെ കണ്ടുകൊണ്ട് എനിക്ക്, അല്ലെങ്കിൽ അമ്മ മകൾ എന്നുള്ള സിദ്ധു തന്നെ പരാതി പറയും, എനിക്ക് കിട്ടണില്ല, നിങ്ങൾ കൊണ്ടുപോയില്ലേ സ്ഥിരം എന്ന് പറയും. കാരണം ഞാൻ അവിടെ സിനിമ ലൊക്കേഷനൊക്കെ പോയിട്ടുണ്ടോ ഞാൻ വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്, അവിടെ വന്നിട്ടില്ല. ഒരു ദിവസം എന്തോ വന്നിട്ടുണ്ട്, ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. പക്ഷെ അത് തിരക്കുള്ള ആളായി അപ്പോഴത്തേക്ക് അതല്ല, വേറെ കുടുംബമായിട്ടിരിക്കുമ്പോ ഇനി ഞാനെന്തിനാ അല്ല, സിദ്ധു പലപ്പോഴും പരാതി പോലെ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ കിട്ടണില്ല. കാരണം
എന്നെ ഇവർ തൈക്കുടത്താണ് ആദ്യം താമസിച്ചിരുന്നത്. അപ്പോൾ എന്നെ ആ ഫ്ലാറ്റിലേക്ക് എന്നെ കൊണ്ടുപോയതും അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് തന്നതും എൻ്റെ പല കാര്യങ്ങളിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് അമ്മ. അതായത് ഈവൻ KSF ചിട്ടി എടുക്കുന്ന പോലും അമ്മയുടെ ഇൻഫ്ലുവൻസ് ആണ്. പിന്നെ ക്ഷേമനിധി, ഒരു ഇൻഷുറൻസിൻ്റെ ഒരു ഇതെല്ലാം ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല. എനിക്ക് എൻ്റെ ലൈഫ് സീരിയസ് ആയത് അമ്മ ലൈഫിൽ വന്നതിന് ശേഷമാണ്. എന്നെ ഒരു കുടുംബിനി ആക്കിയത് ശരിക്കും പറഞ്ഞാൽ അമ്മ ലൈഫിൽ വന്നതിന് ശേഷം. നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം. അതുപോലെ തന്നെ എങ്ങനെ ഒരു മകളെ ശാസിക്കുന്നു അതുപോലെ തന്നെ എന്നെ ചീത്തയും പറയാം. സിദ്ധുവിനെയൊക്കെ വിളിക്കുന്ന പോലെ തന്നെ എന്നെ ചീത്ത പറയാം. ചൂടായിട്ടൊന്നും അങ്ങനെ അധികം കണ്ടിട്ടില്ല. ചൂടാവൂല, പക്ഷെ അർത്ഥം വെച്ച് നല്ല നമ്മൾ മാറി നിന്നിട്ട് ആലോചിക്കുമ്പോ നല്ല മിഠായിയാണല്ലോ തന്നേന്നുള്ളത്. അല്ല, അമ്മ ആക്ച്വലി വയസ്സായി, അതെനിക്ക് തോന്നുന്നു കുറച്ച് ഏജായി വന്നപ്പോൾ അമ്മ ഒരുപാട് മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മ ലൈഫിൽ വന്ന എക്സ്പീരിയൻസ് അതെല്ലാം കൊണ്ട് അമ്മ ഒരു ഫ്രസ്ട്രേറ്റഡ് മൂഡോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വയസ്സായതിൻ്റെ ഒരു ചെറിയ ആ സമയത്ത് ഏറ്റവും കൂടുതൽ കൂടെ ഉണ്ടായിരുന്ന ഞാനാ. ആ സമയത്തൊക്കെ ഒരു വഴക്കുണ്ടാക്കുക, അതൊരു ഒരു ഭയങ്കര തമാശയാണ്. എന്തെങ്കിലും ഒരു മേക്കപ്പ് ഇച്ചിരി കൂടിപ്പോയാൽ വഴക്കുണ്ടാക്കും. എന്തിനാണ് ഇത്ര മേക്കപ്പ് ഇട്ടേ? നിന്നോട് ഞാൻ പല പ്രാവശ്യം വേണ്ടി മേക്കപ്പ് ഇട്ടില്ല. അപ്പോഴത്തേക്കും എനിക്ക് വഴക്ക് പറയുമ്പോഴേക്കും ചിലപ്പോൾ മൂഡ് ഓഫ് ആയിട്ടിരിക്കും. ഭക്ഷണമൊന്നും കഴിക്കത്തില്ലെങ്കിൽ ചോദിക്കും അവളെന്തേ പറയും, ഭക്ഷണം വേണ്ടാന്ന് പറഞ്ഞു. ഉടനെ ഒരു വരവുണ്ട്, ഓടിച്ചാൽ കുറഞ്ഞ വന്ന് കഴിക്കണം ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് അതും ചൂടായി പറയുന്നത്. അത് സ്നേഹമാണ്. എൻ്റെ അമ്മ ഇതുപോലെയാണ്, ദേഷ്യപ്പെട്ടാ സ്നേഹിക്കുക. ആ സ്നേഹം എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്നുള്ളതാണ്. അതങ്ങനെയാണ്. ഇപ്പം പറഞ്ഞല്ലോ ചില ഇൻഷുറൻസ് എടുപ്പിക്കലുകൾ, ചിട്ടി ചേർക്കൽ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആത്മകഥ എഴുതിയ ബുക്കിൽ ഈ ഭരതൻ സാർ സിനിമ നിർമ്മിക്കാൻ പോയിട്ട് സാമാന്യം കുറച്ച് നല്ല പൈസ കളഞ്ഞെടുത്തുവെന്നും അതിനുശേഷം ഒരുപാട് അഭിനയിക്കാൻ പോയിട്ടുണ്ടെന്ന് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വീട്ടിലെ ഒരു എക്കണോമിക്സ് ആരാ നോക്കിക്കൊണ്ടിരുന്നത്? വീട്ടിലെ എക്കണോമിക്സോ? അത് മിക്കവാറും അമ്മ തന്നെ ആയിരിക്കും, ഈ മണക്കണക്ക് വെച്ചിട്ട്. അങ്ങനെ ഇതിനകത്താണ് ഫുൾ ലെഡ്ജറൊക്കെ. അവിടുന്ന് അങ്ങനെ വന്നു, ഇവിടുന്ന് അങ്ങനെ പറഞ്ഞത്. നമുക്ക് ഒരിക്കലും ആ കണക്ക് കിട്ടില്ല. ഈ ഇപ്പൊ ലൈക്ക് വടക്കാഞ്ചേരി ഉള്ളപ്പോ ഇപ്പൊ ചേച്ചിനെയൊക്കെ അഡ്വൈസ് ചെയ്യണ സമയത്ത് പോലും അമ്മ ഭയങ്കര ഈ ഇവിടുന്ന് എടുത്ത് അവിടെ ഇട്ട്, അവിടുന്ന് എടുത്ത് ഇങ്ങോട്ട് പറഞ്ഞു, ഇവിടുന്ന് അവിടെ കൊടുത്ത്, ഇവിടുത്തെ അപ്പോഴത്തേക്ക് ഇവിടെ കഴിഞ്ഞു അതൊക്കെ പറയട്ടെ. ഈ കണക്കൊന്നും നമുക്ക് നടക്കില്ല, അത് തെറ്റും, എന്തായാലും തെറ്റും. കാരണം ഞാൻ ഈ വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ ഇപ്പം സത്യച്ചാറ് ഇവിടെ വീഡിയോയിൽ വന്നപ്പോൾ പറഞ്ഞു ഇല്ലാതെ ആലോചിക്കാൻ പറ്റുന്നത്. അതിൽ ഈ തിലകേട്ടൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇവളുടെ കയ്യിലൊരു ചെറിയ പെട്ടിയുണ്ട്, അതിന്റെ താക്കോല് ഞാൻ അന്നും കണ്ടിട്ടില്ല ഇന്നും കണ്ടിട്ടില്ല, ആ താക്കോൽ എവിടെയാണെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് എല്ലാവരെയും കാണുക, നോക്കുക, നിർത്തുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ കാര്യത്തിൽ തന്നെയാണ് ലളിത ചേച്ചി ഉണ്ടായിരുന്നത് ആ സമയത്ത്. ചേച്ചി ഇപ്പൊ ഇവരെ ഇതിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ചേച്ചി സംഗീത അക്കാദമിയുടെ ചെയർപേഴ്സൺ ആകുന്നത്. അത് വല്ലാത്തൊരു ഔദ്യോഗികമായ ഒരു ജോലിയും ചേച്ചിക്ക് അത്ര പരിചിതമില്ലാത്തൊരു മേഖലയില്. അപ്പൊ ഭയങ്കര ടെൻഷനാണ്. ഒന്നാമത് നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറയും, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്നെ വിളിക്കും, അമ്മനെ എങ്ങനെ പ്രശ്നമുണ്ട്, ഇത് എന്താണെന്നൊക്കെ ചോദിച്ചു എങ്ങനെ ഡീൽ ചെയ്യും. കമൽ സാർ വേറൊരു സ്ഥലത്ത് ഞാൻ ചലച്ചിത്ര അക്കാദമി ചെയർമാനായിട്ട് അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊഫഷണലായിട്ട് ഇത് ഒരു വല്ലാത്തൊരു ഇതായിരുന്നു. അപ്പൊ ഇങ്ങനെ പറയും, ഇടക്കിടക്ക് പറയും സാമ്പത്തിക പ്രശ്നങ്ങൾ. ഇങ്ങനെ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് വെച്ചാല് അങ്ങനെയുള്ളതല്ല, അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, ഇവിടെ ചെലവാക്കുന്നു, അവിടെ നിന്ന് ചെലവാക്കുന്നു, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഒരു മാനേജ്മെന്റ് ഉണ്ടായിരുന്നില്ല. അതിന്റെ ഇടയിൽ ഈ ഒഫീഷ്യൽ പരിപാടികൾ കൂടി ആകുമ്പോഴേ ചേച്ചിക്ക് അതിനെ കുറിച്ചുള്ള ഇത് അറിയില്ല. അതിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രഷറൊക്കെ വരുമല്ലോ ഇതിന്റെ. എനിക്ക് തോന്നുന്നു അവസാന കാലത്തൊക്കെ ഭയങ്കര പ്രഷറുകളായിരുന്നു. ലാസ്റ്റ് ഒക്കെ ആയപ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ ടെൻഷനും ആലോചനയും. ലളിത ചേച്ചിയുടെ ഒരു പവറുള്ള ആൾ. ഇപ്പം ആദ്യത്തെ കൺമണിയിലെ അമ്മ എന്ന് പറയുന്നത് ഒരാളെ ഭയങ്കര ആഢ്യത്വവും, എന്നാല് അനിയത്തിപ്രാവിന്റെ ക്ലൈമാക്സില് എടുത്തോന്ന് പറയുന്ന ആ ഒരു വാക്കിലൊരു സിനിമ ഇരിക്കുക. സ്ഫടികത്തിലെ പൊന്നമ്മച്ചി എന്ന് പറയുന്ന കഥാപാത്രം എടുത്താൽ അത് വേറെ രീതിയിലിരിക്കും. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിൽ നമ്മൾ കണ്ടാൽ ദാമോദർജി ഒന്നും വരേണ്ട ഒരു ആവശ്യമില്ല. നേരെ ചെവിയാണെങ്കിൽ ഒറ്റ ആട്ടിന് ഗോപാലകൃഷ്ണ മണിക്കര് വേറെ എവിടെ എത്തേണ്ടതാണ്. പക്ഷെ വളരെ എത്ര പാവം എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങേയറ്റത്തെ പാവം, വളരെ എന്താ പറയുന്നത്, വളരെ ശൗര്യമുള്ളൊരു കഥാപാത്രമാണെങ്കിൽ അങ്ങേയറ്റത്തെ ശൗര്യമുള്ള ഒരു കഥാപാത്രം. പഴയൊരു സംഭവമാണ് കേൾക്കൂ അല്ലേ, കേൾക്കൂ. അത് ഗജകേസരി യോഗം. അത് ഗജകേസരി യോഗം എന്ന് പറയുന്ന സിനിമയിലാണ്. ഈ എത്ര കഥാപാത്രങ്ങളാണ്. ഏറ്റവും മറക്കാൻ പറ്റാത്തത്
നത്ത് നാരായണന്റെ ആ സിനിമയുടെ ഒറ്റ കനൽക്കാറ്റ്. കനൽക്കാറ്റ്. കാറ്റ് ഞാൻ ഇപ്പോഴും അതിന്റെ ക്ലിപ്പിംഗ് കണ്ടാൽ ഞാൻ കരയും. ബോംബെ പോണല്ലേ ആ പറഞ്ഞിട്ട് കൂടല്ലേ. അത് തന്നെ. അയ്യോ, ഇപ്പോഴും ഞാൻ കരയും. ആ ഒരൊറ്റ എപ്പോ കണ്ടാലും അത് കരയും. എനിക്ക് എന്താണെന്നറിയില്ല, അതൊരു ഒറ്റ സീൻ മതി. ഞാൻ ഇതുപോലെ കരയുന്ന ഒരു സീനുണ്ട്. എനിക്ക് മനസ്സിനക്കരെ എന്ന് പറയുന്ന സിനിമയിൽ ഇവര് ഷീലാമ്മയും ലളിത ചേച്ചിയും കൂടെ യാത്ര പറയുന്ന ഒരു സീനുണ്ട്. ഞാൻ പലഹാരപ്പൊതിയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് ഞാൻ പോവും, അപ്പം വഴി വന്ന് നിൽക്കരുത്, എനിക്ക് കരയാൻ പറ്റില്ലെന്ന് പറയുന്നത്. അങ്ങനെയുള്ള, അതായത് നോക്കൂ, 2 വയസ്സായ ആൾക്കാർ തമ്മിലാണ് ഒരു യാത്ര പറയുന്നത്. എന്നാ സുഹൃത്തുക്കളാണ് അവര് സുഹൃത്തുക്കളാണ്, വലിയ സുഹൃത്തുക്കളാണ്. ഒരു സീനിൽ അതിന്റെ ഒരു മോഡുലേഷനും ഇവരുടെ ഒരു പ്രസന്റേഷനും കാര്യങ്ങളെന്ന് പറയുന്നത് നമ്മൾ ഇപ്പം ഇരുന്ന് പറയുമ്പോൾ നമ്മൾ ആരും റെഫർ ചെയ്തിട്ടോ ഗൂഗിൾ നോക്കിയിട്ടോ ഒന്നും അല്ല പറയുന്നത്. നമുക്ക് ഇത്രയും ക്യാരക്ടറുകൾ മനസ്സിൽ ഫീഡ് ചെയ്യാണ്. ഞാൻ മൊയ്തീൻ എന്ന് പറഞ്ഞ സിനിമ കണ്ട ശേഷം എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നോക്കൂ, അതൊരു നല്ല കഥ, നല്ല സിനിമയൊക്കെ ആണെങ്കിൽ തന്നെ തേന്മാവിൻ കുമ്പത്തിലെ കഥാപാത്രം ഓൾമോസ്റ്റ് ഒരു വലിയ കാത്തിരിപ്പാണ്. വേണിച്ചേട്ടന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് ക്ലൈമാക്സ് വരെ പറയുന്ന, ഇവരിങ്ങനെ തമാശയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കഥാപാത്രങ്ങളെ ഒറ്റ വാക്കിൽ ഒറ്റ വരിയിൽ കൊണ്ടുവന്നിട്ട് ഇതിന്റെ ഒരു ആഴം ഒരു 10 കിലോമീറ്റർ ആയിട്ട് വർദ്ധിപ്പിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. അത് എങ്ങനെയാണ് സാർ, അതൊരു ഡയറക്ടർ ആർട്ടിസ്റ്റ് ഏത് കോമ്പിനേഷനിലാണ്? അല്ല, അത് എനിക്കുള്ളത് ചേച്ചിയുടേതായ സ്വന്തമായ നേരത്തെ പറഞ്ഞ ഒരു ഒബ്സർവേഷൻ, അതിൽ നിന്ന് കിട്ടുന്ന കുറേ അനുഭവങ്ങൾ കഥാപാത്രത്തിലേക്ക് ചേച്ചി കൊണ്ടുവരാറുണ്ട്. പിന്നെ ആ കാലഘട്ടത്തിൽ നേരത്തെ സത്യം പറഞ്ഞ പോലെ തന്നെ ചേച്ചിക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന കഥാപാത്രങ്ങളുണ്ട്. KPS ലളിത തന്നെ ഈ റോള് ചെയ്യണം. ഒരു കഥാപാത്രം മനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് KPS ലളിത അവതരിപ്പിച്ചാലേ നന്നാവൂ എന്ന് സംവിധായകർ തീരുമാനിച്ച് ക്യാരക്ടറിനെ മോൾഡ് ചെയ്യും. അപ്പം നമുക്ക് കുറേ ഫ്രീഡം കിട്ടും. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് KPS ലളിതയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ സ്പേസ് ഉണ്ടാവും ക്യാരക്ടറിന്. ആ ഗുഡ് ബൈ സീൻ എന്ന് പറഞ്ഞല്ലേ മനസ്സിനാക്കറിയില്ല. അപ്പൊ അത് ആ ഡയലോഗ്സ് ഉണ്ട്. ഞാൻ ഇറങ്ങുമ്പോ വഴി വന്ന് നിൽക്കരുത്, അതെന്തായാലും ഉണ്ട്. അത് അവതരിപ്പിക്കുന്നതിലാണല്ലോ അതിൽ ഭയങ്കരമായിട്ട് നമ്മളെ കൊള്ളുന്നത്. അവിടെ അമ്മ 6 അടിച്ചു. അതവിടെ 6 അടിക്കും. കാരണം ഞാൻ ഈ ചില ആളുകൾ ലൊക്കേഷനുമായിട്ട് വരെ അങ്ങ് സിങ്ക് ആവുമല്ലോ. നമ്മളൊരു ഷൂട്ടിങ്ങിന് ഒരു വീട്ടിൽ എത്ര നേരം നിൽക്കും, ഒന്ന് ഉറങ്ങി എണീറ്റിട്ടൊരു സ്വിച്ച് ഇടുന്ന സീൻ ഉണ്ടെങ്കിൽ വീട്ടിൽ താമസിക്കുന്നവൻ സ്വിച്ച് ഇടുന്നതും പുതിയൊരാൾ സ്വിച്ച് ഇടുന്നതുമായിട്ട് വ്യത്യാസമുണ്ട്. ഈ ലളിത ചേച്ചിയെപ്പോലുള്ളവർ ഈ ഒരു പ്രദേശങ്ങളിൽ മുഴുവൻ നമുക്ക് എത്രയോ നാളായിട്ട് അടുക്കളയെന്ന് വിളമ്പുമ്പോൾ അങ്ങനെ എന്തൊരു ഈസി ആയിട്ടാണ് ഇവർ ചെയ്യുന്നതല്ലേ. ഇപ്പം സാറിന് ശുഭയാത്ര എന്ന് പറയുന്ന സിനിമ എടുക്കുമ്പം ബോംബെയിലാ, ബോംബെയിലുള്ള ഒരു മലയാളി, ബോംബെയിൽ എത്രയോ നാളായിട്ടാണ്, അല്ലാതെ ഇവിടുന്ന് ഇപ്പൊ ഷൂട്ടിങ്ങിന് പോയ മലയാളിയൊന്നും അല്ല, ബോംബെയിലുള്ള മലയാളിയാണ് ആയിരിക്കുന്നത് അല്ലെ. ശുഭയാത്രക്ക് വളരെ ലിമിറ്റഡ് ആൾക്കാരെ അതേ ഉള്ളൂ അവിടെ കൊണ്ടുപോയിട്ട് ചെയ്തിട്ടുള്ള. എനിക്ക് ആ സിനിമയെ കുറിച്ചുള്ള ഒരു ഓർമ്മ, അത് കഴിഞ്ഞ് അമ്മ ബോംബെ നിന്ന് വരുമ്പോ ഒരു BMX സൈക്കിള് വന്നായിരുന്നു, ഒരു മഞ്ഞ കളർ സാധനം. ആദ്യത്തെ BMX സ്റ്റണ്ട് സൈക്കിള് ബോംബെന്ന് വാങ്ങിച്ചിട്ടുണ്ടാണല്ലേ. അപ്പൊ ഞാൻ ചോദിക്കണ ഇനി അമ്മ എപ്പോഴും അടുത്ത ഷൂട്ടിങ്ങിന് പോണേ, അടുത്ത സാധനം വരുന്നുള്ളൂ. അമ്മയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ അമ്മ ഞാനുമായിട്ട് അടുത്ത് കഴിഞ്ഞപ്പോൾ അമ്മ എവിടെ പോയാലും ശ്രീകുട്ടിക്കും വാങ്ങിക്കും, എനിക്കും വാങ്ങിക്കുമായിരുന്നു. അതൊരു പ്രത്യേക ഒരു ചതി ഞാൻ ഇപ്പോഴാണ് ഈ പരിചയപ്പെട്ട ഒരാൾക്ക് ഒരു ഓർമ്മ പറയാൻ പറ്റുന്ന അവസ്ഥയിലുള്ള ഒരു പെരുമാറ്റം ലളിത ചേച്ചിയുടെ ഭാഗത്തുനിന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കൂടെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒന്ന് പരിചയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്നും ഓർക്കുന്ന രീതിയിലുള്ള ഒരു അനുഭവങ്ങൾ സമ്മാനിക്കാൻ ലളിത ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. ആരാണെന്ന് കാണാം. അമ്മയെക്കുറിച്ച് പെട്ടെന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഓടി വരുന്നത്, പുള്ളിപ്പുലി ആട്ടിൻകുട്ടികളും ഒക്കെ ചെയ്യുന്ന സമയത്ത് കുട്ടനാട്ടിൽ ഈ മുട്ടറ്റം വെള്ളത്തിൻ്റെ അകത്ത് നിന്നിട്ടാണ് നമ്മളെല്ലാവരും അഭിനയിച്ചിരിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പ്രായമോ അല്ലെന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ അപ്പോൾ ഉണ്ട്. ഇതൊന്നും അമ്മ മുഖവിലയ്ക്കെടുക്കാതെ, ഇതൊന്നും അമ്മയെ ബാധിച്ചിട്ടില്ല. കാരണം ഈ മുട്ടറ്റം വെള്ളത്തിൽ ചെളിയിൽ ഈ കാലും വെച്ച് നിൽക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ സിനിമയും ഷോർട്സും ടേക്കിങ്സും മാത്രമാണ്. കാരണം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സിനിമയെ ശരിക്കും പറഞ്ഞാൽ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച് ഇവിടുന്ന് കടന്നുപോയ ആളാണ് ലളിതാമ്മ. ഇവരൊരു സിനിമ കാണാൻ സൗഹൃദം ഉണ്ടായിരുന്നു. ഞാൻ ഏതൊക്കെയോ മാളുകളിൽ സിനിമയ്ക്ക് പോകുമ്പം സിനിമ സിനിമയും ഞാൻ ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയാലും പരിഭവ പിണങ്ങും എന്നോട്, എന്നെ ആരും കൊണ്ടുപോകാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പരിഭവിക്കുമായിരുന്നു. കാരണം വയസ്സായി വരുന്നവരും ഒരു കുഞ്ഞിനെ പോലെ ആയി എന്നുള്ളതാണ്. കാരണം ഞാനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ സിനിമയ്ക്ക് പോയി കൊണ്ടുപോകണം,
അപ്പൊ ഹിന്ദി ആണെങ്കിലും വരും. ആ ഒന്നും ഞാൻ മനസ്സിലായില്ല. കണ്ടിട്ടുണ്ട് ഒരു മാളിൽ പാർക്കിങ്ങിൽ ഒരു ദിവസം നിൽക്കുന്നത്. ഞാൻ ചെന്ന് നോക്കുമ്പോൾ സിനിമയ്ക്ക് വന്നതെന്നും പറഞ്ഞിട്ട് ഏതോ ഒരു പടം അവിടെ വന്ന് നിൽക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരാളെ കൂടെ നമ്മുടെ പരിപാടിയിലേക്ക് വിളിക്കാം. ഏറ്റവും പുതിയ കാലത്തെ സിനിമകളെ കുറിച്ചൊക്കെ ചില ചർച്ച നടത്തുമ്പോൾ ചിലർ പറയാറുണ്ട് അതിലങ്ങനെ അച്ഛനമ്മമാരില്ല, മുത്തച്ഛനില്ല, മുത്തശ്ശിയില്ല. ചിലപ്പോൾ അത് ചെയ്യാൻ പറ്റിയ നടന്മാരില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് പറ്റുന്ന കഥയില്ലാത്തതുകൊണ്ടൊക്കെ ആയിരിക്കുമെങ്കിലും ഒരു സംവിധായകൻ പരമാവധി, അദ്ദേഹം ഒരു പുതിയ കാലത്തിന്റെ സംവിധായകനാണ്, ഒരുപാട് ഹിറ്റ് ചിത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സിനിമകളിലെല്ലാം പറ്റാവുന്നിടത്തോളം സീനിയർ ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട്. അതിപ്പോൾ ഞാനൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ ഒരു ആഗ്രഹത്തിന്റെ ഭാഗം കൂടിയാണ് അവരെ ഉൾപ്പെടുത്തി ഒരു സിനിമ ചെയ്യുക, ഒരു ഫ്രെയിമിൽ അവരെ നിർത്തുക എന്നുള്ളത് ഒരു ആഗ്രഹത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ളൊരു സംവിധായകൻ. അദ്ദേഹത്തിന്റെ ബഹുഭൂരിപക്ഷം സിനിമകളിലും ലളിത ചേച്ചി അഭിനയിച്ചിട്ടുണ്ട്. പല സന്ദർഭങ്ങളിൽ ലളിത ചേച്ചി വെച്ച് മറ്റ് പരസ്യങ്ങളും മറ്റും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പോപ്പുലറായ ചില നമ്മൾ ഇന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഡയലോഗുകൾ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഏറെ സ്നേഹത്തോടെ സുഹൃത്ത്, സഹപ്രവർത്തകൻ, നമ്മുടെ പ്രിയപ്പെട്ട ലളിത ചേച്ചിയെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജിസ് ജോയ്. ജിസ്റ്റോയി വരുന്നത് നമ്മൾ ഞാനിപ്പോൾ ആമുഖത്തിൽ പറഞ്ഞു, പൊതുവെ ഈ സിനിമകളിൽ ഒരു പർട്ടിക്കുലർ ഏജിന് മുകളിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കുക, അവരെ കൊണ്ട് ആ സിനിമയിലെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗങ്ങൾ പറയിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയെന്ന് പറയുന്നു. ഉണ്ടാവുമായിരിക്കും, നമ്മൾ കാണുന്നില്ല. എതിരെ നിൽക്കുന്നവൻ്റെ ഉള്ളൊന്നറിയാൻ ശ്രമിച്ചാൽ മതി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നു എന്നുള്ളത് പുതിയ കാലത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്ന വരികളിൽ ഒന്നാണ്. അതിൻ്റെ ഉപജ്ഞാതാവാണ് ജിസ്റ്റോ എന്ന് പറയുന്നത്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ആൾക്കാർ എന്നെയും ഒരു പരിധിവരെ ട്രോൾ ചെയ്യുന്ന ഒരു ഡയലോഗാണ്. പക്ഷെ അത് ട്രോളുമ്പോൾ പോലും അതിൽ ലളിത ചേച്ചിയുടെ മുഖമാണ്. അപ്പോൾ എന്നെ ആക്ച്വലി പിഷാരടിയും ഹരിയും കൂടെ ഈ പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിഷാരടി പറഞ്ഞ കറക്റ്റാണ്. ഇത്തരത്തിലുള്ള ലെജൻഡറി ആയിട്ടുള്ള, നമ്മൾ പ്രോഡജീസ് എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിലുള്ള ചില മനുഷ്യർ, ചില ആക്ടേഴ്സ്, അവരെ കഴിയുന്നത്ര നമ്മളുടെ സിനിമയിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് എനിക്ക് വലിയ ആഗ്രഹമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗം തന്നെയാണ് ആദ്യത്തെ സിനിമ ആലോചിക്കുമ്പോൾ തന്നെ ബൈസൈക്കിൾ തീവ്സ് ആണ് ആദ്യത്തെ പടം. 2013 ഞങ്ങൾ ഷൂട്ട് ചെയ്തതും അത് പുറത്തേക്ക് വന്നതും. അപ്പോൾ അതിൽ പോലും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കഥാപാത്രമാണ്. ആകപ്പാടെ ഒരു 4-5 മെയിൻ ആക്ടേഴ്സ് മാത്രമുള്ള ഒരു സിനിമയാണത്. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വളരെ ഉഗ്രനായിട്ടുള്ള പെർഫോം ചെയ്യാനുള്ള കഥാപാത്രമാണ് ലളിത ചേച്ചി ചെയ്തിട്ടുള്ളത്. ആസിഫിൻ്റെ കഥാപാത്രത്തെ കൊണ്ട് പറഞ്ഞ് പാട്ട് പാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ സിനിമ കണ്ടവർക്കറിയാം. പിന്നെ അങ്ങോട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ലളിത ചേച്ചി ഇല്ലാതെ ഒരു സിനിമ ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ വളരെ ദീപ്തമായിട്ടുള്ളൊരു ഓർമ്മ എന്ന് പറയുന്നത്, എൻ്റെ 4 സിനിമ കഴിഞ്ഞ് 5ാമത്തെ സിനിമ, അത് സോണി ലിവിന് വേണ്ടി ചെയ്ത സിനിമയാണ്. കോവിഡ് സമയത്താണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇന്നലെ വരെ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. ആസിഫ് അലിയും ആൻ്റണി പെപ്പെ നിമിഷ അവരഭിനയിച്ച പടമാണ്. അങ്ങനെ ആ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ ടെലികാസ്റ്റ് വെയിറ്റ് ചെയ്ത് എൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. ഈ സമയത്ത് എനിക്കൊരു നമ്പറിൽ നിന്നൊരു കോൾ വരികയാണ്. അപ്പോൾ ഞാൻ കോൾ എടുക്കുന്നു. എനിക്ക് പരിചിതമല്ലാത്ത നമ്പറാണ്. ഞാൻ ഹലോ ആരാ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ലളിതയാ. ആ ടിപ്പിക്കൽ സ്റ്റൈലുണ്ടല്ലോ, ലളിതയാ. അപ്പം ഞാൻ ലളിതാമ്മ, അതെ, ഇത് ഏത് നമ്പർ? ഇത് എൻ്റെ കൂടെയുള്ള ആളുടെ നമ്പറാ. ഞാൻ വെച്ചാൽ എന്തുണ്ട് വിശേഷം? അല്ല, ഒരു സിനിമ ഇപ്പോൾ കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അല്ല, ആ സിനിമയ്ക്ക് വിളിച്ച സമയത്ത് ഹോസ്പിറ്റലാന്ന് പറഞ്ഞില്ലേ? അതെ, ഹോസ്പിറ്റലായിരുന്നു. ഇനി അത് എപ്പോഴും അങ്ങനെ മനസ്സിൽ വെക്കണ്ട. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഇപ്പം എത്തിയതേ ഉള്ളൂ. എത്തിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ജിസിനെ ഒന്ന് വിളിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയിൽ ഞാനില്ല, ഞാൻ സമ്മതിച്ചു, ഓക്കെ. പക്ഷെ അടുത്ത പടത്തിൽ ഞാനുണ്ട്, ഇനി അങ്ങോട്ടുള്ള എല്ലാ പടത്തിലും ഉണ്ട്. പക്ഷെ ആരുടെ ഞാനിത് ഏതാനും എൻ്റെ വീട്ടിലിത് പറഞ്ഞിട്ടുള്ള കഥയാണ്. ഏതാനും സ്ഥലങ്ങളിൽ മാത്രം അവതരിപ്പിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷനാണിത്. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തുമാത്രം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ കോള് കട്ട് ചെയ്തിട്ട് ഞാൻ വല്ലാതെ ഒത്തിരി നേരം ഇരുന്ന് ചിന്തിച്ചു പോയ ഒരു കോളാണത്. ഒരുപാട് കരഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഉള്ളുകൊണ്ട് കരഞ്ഞു. കാരണം ലളിതാമ്മയെ പോലെ ഇപ്പം ഞാൻ കമൽ സാർ പറയുമ്പോൾ അവിടെ ഇരുന്ന് അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചരിത്രമാണ് ഈ പറയുന്നത്. അതെ അതെ, കല്യാണി കളവാണി മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സത്യൻ മാസ്റ്ററുടെ കൂടെയും അതിനു മുമ്പൊക്കെ അഭിനയിച്ചു തുടങ്ങിയ, ഇനി പ്രത്യേകിച്ച് ജിസ് ജോയ് എന്ന് പറയുന്ന ഒരാളുടെ സിനിമയിൽ അഭിനയിച്ചിട്ട് ലളിതാമ്മയ്ക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ല. ഒന്നുമില്ല, അത്രയേറെ നേടിക്കഴിഞ്ഞു എല്ലാ രീതിയിലും, പ്രശസ്തി കൊണ്ട്, സമ്പത്ത് കൊണ്ട്, എല്ലാം. പക്ഷെ എന്നിട്ടും ആ ഒരു അടുപ്പമുള്ളവരോട് കാണിക്കുന്ന ഒരു സ്നേഹവും
അവര് അത് അവരുടെ മാത്രല്ല, അമ്മയ്ക്ക് അഭിനയിക്കണം, അതായത് മരണം വരെ അഭിനയിക്കണം. അത് ചെറിയ വേഷമാണെങ്കിലും എന്താണെങ്കിലും. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഇതില് അവസാന കാലഘട്ടത്തിലൊക്കെ വളരെ കാൽപ്പനികമായിട്ടുള്ള മറ്റേ ഡയലോഗ് ഇല്ലായിരുന്നോ, സ്റ്റേജിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ മരിക്കണം. അത് ശരിക്കും അത് തന്നെയായിരുന്നു ഞങ്ങൾ ചെയ്ത ഇതില്. കുറച്ച് അസുഖം, ശാരീരിക ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്ത് അമ്മയെ കുറച്ച് നാളുകൾ ഒഴിവാക്കി നിർത്തിയിരുന്നു. ഇല്ലാന്ന് പറയുന്നില്ല, ഒഴിവാക്കി നിർത്തി. നമുക്ക് വയ്യായിരുന്നു ആക്ച്വലി. ആ സമയത്ത് എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എനിക്കിപ്പോഴും അത് ഭയങ്കര വേദന. എന്നിട്ട് ഞാൻ സംസാരിച്ചിട്ട് രണ്ടാമത് അമ്മയെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിരുന്നു. അത് എൻ്റെ അടുത്ത് ചോദിച്ച്, എടി എന്താടി അവരെന്നെ വിളിക്കാത്തേ? എന്നെ വിളിക്കാൻ എനിക്ക് പറയാൻ വയ്യ. എനിക്ക് അത്രയ്ക്ക് വിഷമം ഉണ്ടായിപ്പോയി. കാരണം ഒരു കലാകാരിയുടെ അല്ല, അവരുടെ ഒരു റുട്ടീൻ ഉണ്ടായിരുന്നേ. ഒരു സെറ്റിൽ നിന്ന് ഇങ്ങനെ വന്ന് വീട്ടിൽ അങ്ങോട്ട് പോയി. കോവിഡ് വന്നപ്പോ ഇതെല്ലാം തെറ്റി, ഭയങ്കരമായിട്ട് തെറ്റി. ലോക്ക്ഡൌണില് അവര് ഭയങ്കരമായിട്ട് അവരെ മാനസികമായിട്ട് അവരെ വർക്ക് നടക്കത്തില്ല, കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല, കുറച്ചാൾ കഴിഞ്ഞാൽ എല്ലാം ശരിയാവും. നമുക്ക് ഇതാ ഇല്ലടാ, നിനക്കറിയില്ല, ഒരു ആർട്ടിസ്റ്റ് ഇരുന്നു പോയതാ ഭയങ്കര അങ്ങനൊന്നും ഇല്ല. നമ്മെന്താ പറയണത്, അവരുടെ ഫ്യൂവൽ അതാ. അല്ല, അത്രയും സമ്മതിച്ചു. പക്ഷെ അതിന്റെ അകത്തൊരു കാര്യമുണ്ട്. കാരണം അമ്മയുടെ ടീനേജിൽ തുടങ്ങിയതാണ് നാടക സ്റ്റേജുകളിൽ നിന്ന് സ്റ്റേജുകളിലേക്ക് ഇങ്ങനെ പോയി. അതിനുശേഷം സിനിമയിൽ വന്ന് ക്യാമറ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിൽ പോയിട്ട് എത്ര വർഷം നീണ്ട ഒരു ദിവസം അഭിനയിച്ചില്ല, സഹിക്കാൻ പറ്റില്ല ആർക്കായാലും. അതെ, ഭയങ്കരമായിട്ട് വിഷമിച്ചു പോയൊരു ഘട്ടമായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഞാൻ വിളിപ്പിച്ചു. കാരണം ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് എത്ര വയ്യെന്ന് പറഞ്ഞാലും അവർ അത്രത്തോളം സിനിമയെ സ്നേഹിക്കുന്നുവെങ്കിൽ ചിലപ്പോൾ അത് സിനിമയെന്നല്ല, ഏത് ക്യാമറയുടെ മുമ്പിൽ വന്നാൽ ചിലപ്പോൾ അവർക്ക് ആരോഗ്യം കിട്ടും. തീർച്ചയായിട്ടും. എനിക്ക് ഓർമ്മയുണ്ട്, നമ്മളന്ന് ചേച്ചി ദയ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഞാൻ കാണാൻ ചെന്നപ്പോഴേ ചേച്ചി എന്റെ അടുത്ത് കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഒരാഴ്ച കഴിയുമ്പോൾ വരൂട്ടാ, സിനിമ പ്ലാൻ ചെയ്യണേ പറഞ്ഞോട്ടാ. എല്ലാവരോടും ആ ഒരു സംഭവം ഉണ്ട്. അത് മാത്രമല്ലെന്നേ, ഇപ്പോ ലാസ്റ്റ് എന്റെ പടത്തിൽ അഭിനയിക്കുന്ന മോഹൻകുമാർ പിഷാരടി ഉണ്ട് ആ പടത്തിൽ. പക്ഷെ അപ്പൊ പോലും ഒരു സംഗതി പ്രോംപ്റ്റ് ചെയ്യുന്ന ഇഷ്ടമല്ല, പ്രോംപ്റ്റ് ചെയ്യുന്ന ഇഷ്ടമേ ഇല്ല. എത്ര വലിയ സീനാണെങ്കിലും അത് കാണാതെ പഠിച്ച് അങ്ങനെ അതെന്തോ പ്രോംപ്റ്റ് ചെയ്താൽ അത് വലിയ കുറവ് പോലെയാണ് ലളിത ചേച്ചി. അമ്മയുടെ താളം തെറ്റും എന്നുള്ളതാണ് അമ്മയുടെ യഥാർത്ഥ സത്യം. അതാണ് അമ്മയുടെ ഒരു ഫ്ലോ അങ്ങോട്ട് ബ്ലോക്ക് ആവും, ടൈമിംഗ് ഉണ്ട്, അത് പോകും. കറക്റ്റ്. വേറെ തമാശകളുണ്ട്, അത് കൂടി പറയണമല്ലോ. ഇപ്പൊ ഞങ്ങളൊക്കെ പടങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇന്നസെന്റ് ഏട്ടനൊക്കെ ഒരു വാക്ക് പ്രോംപ്റ്റ് ചെയ്തില്ലേ അഭിനയിക്കില്ല. അങ്ങനെ 2-3 പേർക്ക് പ്രോംപ്റ്റ് ചെയ്യണ സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ചേച്ചിക്ക് പ്രോംപ്റ്റ് ചെയ്യണ്ട, പക്ഷെ അവരുടെയൊക്കെ പ്രോംപ്റ്റിങ്ങിന്റെ ഇടയിൽ നിന്നിട്ട് ചേച്ചിയുടെ ഡയലോഗും കോൺഷ്യസ് വിടാണ്ട് അഭിനയിക്കാന്ന് പറഞ്ഞൊരു കഴിവ്. അത് ഒരേ ഡയലോഗ് 2 പ്രാവശ്യം കേൾക്കുകയാണല്ലോ. 2 പ്രാവശ്യം കേൾക്കുകയാണ്. അത് ഇന്നസെന്റ് ഏട്ടന്റെ ഡയലോഗാണ്, അവരുടെ ഡയലോഗല്ലേ. എന്നല്ല, ഈ ഇപ്പൊ ഇന്നസെന്റ് ഏട്ടനെ പറഞ്ഞുകൊണ്ട് പറയാണ്, ആ ഒരു മേഖലയിൽ ഇപ്പൊ നമുക്കൊരു 5-6 അതേ ആ ബാച്ചിൽ ഒരു 5-6 നടന്മാരുണ്ടെങ്കിൽ നടിമാരുടെ എണ്ണം താരതമ്യേന കുറവാണ്. എല്ലാ കോമ്പിനേഷനുകളിലും നമ്മളിപ്പം ഇരുന്ന് ലെജൻസ് എന്ന് വിളിക്കുന്ന ഒരു ബാച്ചിന്റെ ഒപ്പം എല്ലാം, അതിപ്പോ പൊന്മുട്ടയിടുന്ന താറാവ് എടുത്താല്, അല്ലെങ്കിൽ മണിച്ചിത്രത്താഴ് എടുത്താല്, ഇന്നസെന്റ് ചേട്ടനോടൊപ്പം, ജഗതി ചേട്ടനോടൊപ്പം, ഹീറോ ആയിട്ടുള്ള മമ്മൂക്കയോടൊപ്പം, തിലകൻ ചേട്ടന്റെ ഒപ്പം, നമ്മളിപ്പോ സ്ഫടിക എടുത്താല് ഞാൻ നേരത്തെ മോശമാണോ? അതാ പറഞ്ഞു. ഗോഡ് ഫാദർ ഒക്കെ കൊച്ചമ്മണി എന്ന് പറയുന്ന കഥാപാത്രമൊക്കെ എന്തൊരു കഥാപാത്രമാണ് ചെയ്തു വെച്ചേക്കുന്നത്. ലളിത ചേച്ചി ഇക്കാര്യം ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും നമുക്ക് ഇത്രയും കഥാപാത്രങ്ങൾ ഇപ്പൊ ഓർത്തു പറയാൻ പറ്റുന്നുണ്ടല്ലോ. വലിയ ഗെറ്റപ്പ് ചേഞ്ചുകള്, വലിയ മാറ്റങ്ങളൊന്നും അല്ല, ഒരുപാട് മാറ്റങ്ങളൊന്നും, ചെറിയ കോസ്റ്റ്യൂംസ് ചിലപ്പോൾ മാറുമായിരിക്കും. ഒരു കന്യാസ്ത്രീ ഒരു നേരം അത് വെച്ചിട്ടാണ് ഇത്രയും ഉള്ളത്. ഇപ്പോ ഹോമിലോ മറ്റേ പല്ല് വെച്ച് വന്നല്ലോ. അപ്പൊ ജഗദമ്മ എന്ന് പറയുന്നൊരു കഥാപാത്രം ആകെ കൊച്ചു സന്തോഷങ്ങൾ അതിലാണോ ഒരു അഭിനയത്തിന്റെ ഡെമോ ഉള്ളത്? ഞാൻ വേണം ഇപ്പൊ ഇരുന്ന് കരഞ്ഞു കാണിച്ചു. അത് വന്നിട്ട് ഇതിലാണ് അത് കഥ തുടരുന്നു എന്ന് പറയുന്നത്. അല്ലല്ല, അതെ, കഥ തുടരുന്നു. അതിനകത്ത് മറ്റേ ഇങ്ങനെ ഇരുന്നിട്ട് കരയുന്നത് കഥ ജയറാമേട്ടനും എനിക്ക് ഓർമ്മയുണ്ട്. ആ ഒരു അരപ്ലേസിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് കരഞ്ഞു കാണിക്കുന്നത്. ഈ ഇപ്പം ജിസ് പറഞ്ഞ പോലെ ഞങ്ങൾക്ക് ഇപ്പം കമൽ സാറിനെ പോലെയൊക്കെ ഉള്ള ഒരു ഡയറക്ടർ ഏറ്റവും വലിയ ഭാഗ്യം. നമ്മൾ ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ഇനി ഇതിന്റെ വരുന്ന എപ്പിസോഡുകളിലോ കഴിഞ്ഞ എപ്പിസോഡുകളിലോ ആരെയൊക്കെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, ഓർക്കുന്നു, അവരുടെയൊക്കെ കൂടെ
വർക്ക് ചെയ്യാൻ അവർക്കൊക്കെ വേണ്ടി ആക്ഷനും കട്ടും പറയാനുമുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ആളാണ്. നമ്മള് നമ്മുടെ കൊതി കൊണ്ടാണ്. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർക്കുകയാണ്. ഇപ്പം ഇങ്ങനെ ഒരുപാട് പേരുടെ കൂടെ വർക്ക് ചെയ്തെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ആദ്യത്തെ സിനിമയിൽ കൊട്ടാരക്കര ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു ഇതല്ലേ. കൊട്ടാരക്കര ചേട്ടൻ്റെ അവസാനത്തെ സിനിമയായിരുന്നു അത്. അത് കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ എന്ന് വെച്ചാൽ എന്റെ സിനിമയിൽ അഭിനയിച്ചോണ്ടല്ലേ അദ്ദേഹത്തിന് അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനത്തെ. പക്ഷേ നമ്മളിങ്ങനെ കണ്ട് ആഗ്രഹിച്ചിരുന്ന കൊട്ടാരക്കരയെ പോലെ കുരിശേട്ടൻ എൻ്റെ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു പഴയ കാലം മുതൽ അതിൽ പ്രേംനസീർ നസീർ സാറിൻ്റെ കൂടെ നസീർ സാറ് ഞാൻ സംവിധാനം ചെയ്ത പടത്തിൽ അഭിനയിച്ചിട്ടില്ല മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. സാറ് അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ പഴയ ഒരുപാട് ആൾക്കാരുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്നും ഓർക്കുന്ന ചില ആൾക്കാരെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും ഓർക്കുന്നുണ്ട്. പക്ഷെ നിരന്തരമായിട്ട് നമ്മളോടൊപ്പം സഞ്ചരിച്ച് പോയിട്ട് ഒരാളാണ് ലളിത ചേച്ചി. ഇന്നസെൻ്റ് ഏട്ടനൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. ഇപ്പോൾ ഒരു ഞാനതെന്ന് പറയും, ഇപ്പോൾ ക്യാമറ വെച്ച് ചേച്ചി ക്യാരക്ടർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി എന്ത് അഭിനയിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. കാരണം ചേച്ചി എന്തും ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അപ്പോൾ ഏത് രീതിയിലുള്ള ഒരു ക്യാരക്ടർ ആയാലും ഡയലോഗായാലും ചേച്ചി അത് ചെയ്യും, അത് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറയുന്ന ഒരു വല്ലാത്തതുണ്ട്. മറ്റു പലർക്കും അങ്ങനെയില്ല. ക്യാരക്ടർ മനസ്സിലാവാൻ തന്നെ കുറേ നേരം എടുക്കും. നമുക്കറിയാം ഇപ്പോൾ പല ആക്ടേഴ്സിൻ്റെ ഒക്കെ ഒരു പ്രശ്നമാണ് ആ ക്യാരക്ടർ എന്താണ്, അതിൻ്റെ മീറ്റർ എന്താണെന്ന് മനസ്സിലാക്കാൻ തന്നെ ഒരുപാട് സമയമുണ്ടാകും. നേരത്തെ പറഞ്ഞവർ എത്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചപ്പോഴും അതിനൊക്കെ ഒരു മീറ്റർ ഉണ്ട്. ഓരോ ക്യാരക്ടർ നമ്മളൊരു മീറ്റർ എന്ന് പറയില്ലേ, അത് ചൂസ് ചെയ്യുന്ന ഒരു വലിയ കഴിവ് തന്നെയാണ്. സത്യൻ സാർ നേരത്തെ പറഞ്ഞപ്പോഴൊക്കെ ഉള്ളൊരു സംഭവമുണ്ട്. മുഖങ്ങൾ മനസ്സിൽ വരുന്നില്ല. പുതിയ ഈ കഥാപാത്രം എഴുതുമ്പോൾ ഇന്ന ആളെന്ന് പറയുന്ന പോലെ ചില ഡയലോഗ്സ് ഉണ്ട്. പക്ഷെ അറിയാലോ, ചില ഡയലോഗ്സ് വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല. ഇപ്പൊ തന്നെ ഈ നേരത്തെ പറഞ്ഞ ഡയലോഗ് സൺഡേ ഹോളിഡേയിലെ ഡയലോഗാണ് ഇപ്പൊ എന്റെ പടത്തിന്റെ കാര്യം ഞാൻ പറയുന്നത്. അതുപോലെ വിജയ് സൂപ്പറും പൗർണമി എന്ന് പറയുന്ന സിനിമയിൽ നായകൻ തമ്മിൽ അടി ഉണ്ടാക്കി പിരിയാണ്. അപ്പൊ നായിക പറയുന്നത് എന്റെ വണ്ടി ഇങ്ങ് തിരിച്ചു കൊണ്ട് തന്നേക്ക്, എൻ്റെ നിന്ന് വാങ്ങിച്ച കാശ് തന്നേക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ പൊട്ടിത്തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ഈ നായകൻ ആസിഫ് അലി മുത്തശ്ശിയെയും കൂട്ടിയിട്ടാണ് നായികയുടെ വീട്ടിൽ വരുന്നത്. അവിടെ ലളിത ചേച്ചിക്ക് മാത്രമേ ഡയലോഗുള്ളൂ. ഒരു 2 മിനിറ്റുള്ള സീനാണ്. ആ 2 മിനിറ്റുള്ള സീൻ ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ ഇപ്പോഴാണ് ആ സിനിമ ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ വെച്ച് എഴുതും? ഉറപ്പായിട്ടും അങ്ങനെ മുത്തശ്ശി കഥാപാത്രം എഴുതാൻ പറ്റില്ല. ചിലപ്പോൾ 3-4 ഫ്രണ്ട്സ് കൂടെ പോയി ഇന്നത്തെ ഒരു പരിപാടിയിലേക്ക് മാറേണ്ടി വരും. അത് ഫുൾ സിനിമയുടെ ലോഡ് വരുന്നത്. ഞാൻ നേരത്തെ വേറെ ഏത് ഉദാഹരണം പറഞ്ഞു, അത് ഇതാണ് പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഇപ്പൊ അനിയത്തിപ്രാവ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ ക്ലൈമാക്സിലെ ഈ ശ്രീവിദ്യാമോ വന്നിട്ട് ഇവളെ അല്ലേ എനിക്ക് വേണ്ടത് ഒരിടത്തോ അതേ വന്നൊരു സിനിമ ഫുൾ താങ്ങി നിൽക്കും. അതേലാണ് ഒരു ഫുൾ സിനിമ നിൽക്കുന്നത്. ആ എടുത്തോ കറക്റ്റ് അളവിലും തൂക്കത്തിലും അല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ആ സിനിമ വന്ന് ഹോൾഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരെടുത്ത് വെക്കുന്നതും ഇവർ പറയുന്നത് വലിയ അത്ഭുതം നമുക്കുണ്ടാക്കുന്നൊരു കാര്യമാണ്. എത്രയോ സിനിമകൾ നമ്മളിപ്പോൾ പറഞ്ഞുപോയ കഥാപാത്രമാണ്. അതുപോലെ ഈ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്ത കന്മതത്തിലെ കഥാപാത്രം വിയറ്റ്നാം കോളനിയിലെ കഥാപാത്രം, ഈ തിലകൻ ചേട്ടനെ പോലെ ഒരാൾ അത്ര ഇതർ നിൽക്കുന്നോട്ട് പറഞ്ഞ് എന്താ പടുമുളയാക്കിയില്ലേ എന്നൊക്കെ പറഞ്ഞ് സ്ഫടികത്തിലെ അമ്മ എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ നമ്മളിരുന്നിങ്ങനെ ഇതൊന്നും ഒരു റെഫറൻസോ ഗൂഗിൾ തപ്പിയിട്ടോ വെറും സിനിമ കണ്ട പഴയ സിനിമകളൊന്നും ക്രിട്ടിസൈസ് ചെയ്യുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. പഴയ സിനിമകളെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കൊന്നു. അത് തർക്കിച്ച് എങ്ങനെങ്കിലും ജയിക്കും. പുതിയ സിനിമയല്ല പഴയ സിനിമയാണ് നല്ലത്. ആ കോമഡി ഒക്കെ എന്നിട്ട് ടി വിയിൽ വരുമ്പോ ഇരുന്ന് ഭയങ്കരമായിട്ട് നമ്മളിങ്ങനെ ചിരിക്കുന്നത്. പഴയ കഥകൾ എനിക്ക് ഒരുപാട് കഥകൾ അറിയാം. ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഒരുപാട് അവിടെ നടക്കുന്ന കഥകള്, ഓരോരുത്തരുടെ കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്ത് എല്ലാം മിക്കതും എൻ്റെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കമ്പ്യൂട്ടറിന്റെ എനിക്ക് സിനിമയുടെ പേര് ഓർമ്മയില്ല, ഏതോ തമിഴ് സിനിമയിൽ ഇപ്പോഴല്ലേ ഈ കമ്പ്യൂട്ടറൊക്കെ വന്ന് ഓരോന്നൊക്കെ കാണിക്കുന്നത്. പണ്ടും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഈ ഫാന്റസി മൂവിയില്ലേ, അതിൽ ഈ സാധനം ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ വരുമല്ലോ. ആ ഒരു സാധനമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തർക്കിച്ച് ജയിക്കും. പഴയ സിനിമയാ നല്ലത്. അതിലായിരുന്നു അതിന്റെ ടെക്നിക്ക്, അതിലായിരുന്നു അതിന്റെ സംഭവം. ഇപ്പൊ എന്താ കാണിക്കുന്നത്? പിന്നെ ഈ കോമ്പിനേഷൻ ആവാനുള്ള കഴിവുണ്ടല്ലോ. നമ്മളൊരു സിനിമയിൽ എത്ര 40 ദിവസം ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ദിവസം ഒരു സീനില് ഇവരെത്രയോ കാലം ഒന്നിച്ച് ജീവിച്ചവരെ പോലെ ഇത് വന്ന കോമ്പിനേഷൻ ആവുന്നതിലൊരു വലിയ കാര്യമാണ്. ഇപ്പം അമ്മ വേഷങ്ങളൊക്കെ വളരെ നേരത്തെ ചെയ്തു തുടങ്ങിയത് ഇവരൊക്കെ എന്നോ അമ്മയാണ്. ആ അമ്മ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ചെറുപ്പം ചെയ്യും. ഇപ്പം ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിളക്കം എന്ന് പറയുന്ന സിനിമയുടെ വേറൊരു കോമ്പിനേഷൻ കളിയാണ്. നമ്മളോട് ഒരാൾ കൂടെ ലളിത ചേച്ചിയെ കുറിച്ച് സംസാരിക്കും. ലളിത ചേച്ചിയെ കുറിച്ച് ഓർക്കുമ്പോൾ
ഒരുപാട്, അതായത് സിനിമ മാത്രമല്ല, ഫസ്റ്റ് ഞാൻ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു. ഞാൻ ജനിച്ചപ്പോൾ ആദ്യമായി സ്വർണവും തേനും അരച്ച് തന്നത് ലളിത ചേച്ചിയാണ്. അന്നു മുതലുള്ള ബന്ധമാണ്. മരിക്കുന്നതിന് കുറച്ച്, അതായത് വയ്യാതാവുന്നതിന് കുറച്ച് മുമ്പ് ചെന്നൈ വരുമ്പോഴൊക്കെ വീട്ടിൽ വരും, വന്നിരുന്നു. മറ്റൊരു ആത്മബന്ധമാണ് ലളിത ചേച്ചി. അമ്മയ്ക്ക് തുല്യമാണെന്ന് പറയാം. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒത്തിരി പടത്തിൽ അഭിനയിച്ചു, ഉർവശിയായിട്ട് ഒത്തിരി പടത്തിൽ അഭിനയിച്ചു, കൽപ്പനയായിട്ട് അഭിനയിച്ചു. അതൊരു വലിയ ബോണ്ടാണ്. ആ നഷ്ടം തന്നെയാണ്. ഓർക്കാൻ ഒത്തിരിയുണ്ട്, പേഴ്സണലായിട്ട് ഒത്തിരിയുണ്ട്. അവർ KK നഗർ ചെന്നൈയിലായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം നിരന്തരം വരുമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ടും പോകും, അവിടെ ഇങ്ങോട്ടും വരും. വലിയൊരു കൂട്ടായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പം കലാരഞ്ജനി ചേച്ചി പറഞ്ഞു ഈ നാക്കിൽ തൊട്ടുകൊടുത്ത കാര്യം തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു യൗവനം എന്നൊക്കെ പറയുന്നത് സിനിമ അല്ല, അന്ന് ആ പറയുന്ന യൗവന സമയത്ത് സിനിമയുണ്ടോ? നാടകമായിരുന്നു കൂടുതലും. 68 അമ്മ സിനിമയിലേക്ക് മാറുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കൂട്ടുകുടുംബം 65 66 വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അമ്മ ഇതിൽ. അപ്പൊ അതുവരെ നാടകത്തിൽ ഭയങ്കര സജീവമായിരുന്നു അമ്മ. 10-16 വയസ്സിലെങ്ങാണ്ട് നാടക ഗ്രൂപ്പിന്റെ കൂടെ കൂടിയിട്ടുള്ളതാണ്, ഇന്ത്യയൊക്കെ കറങ്ങി. അപ്പോൾ അന്ന് മുതലുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഉർവശിയുടെ വീട്ടിൽ പോണത്. ഞങ്ങളുടെ അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ പോവും, അവിടെ ഇരിക്കും. ഉർവശി ആയിരിക്കും എൻ്റെ കമ്പനി. ഇവരവിടെ നിന്ന് കുറേ നേരം സംസാരിക്കും. ഇത് വൈകുന്നേരങ്ങളിൽ ചിലപ്പോൾ ഇവരിങ്ങോട്ട് വരും. ഓൾമോസ്റ്റ് ഒരേ ഏരിയയിലാണ് വീട്. ഇപ്പൊ പുള്ളിക്കാരത്തി പറഞ്ഞപ്പോൾ എനിക്ക് ആ വീടും പരിസരം ഒക്കെ ഓർമ്മ വന്നു. നമ്മുടെ കേക്കിന് ഇവര് അശോക് നഗറിന്റെ അടുത്ത്. സോ അതൊക്കെ ഈ സിദ്ധാർത്ഥൻ അഭിനയിക്കാൻ പോയപ്പോ എന്തേലും ഒരു ടിപ്പ്, ഒരു ഉപദേശം തരാമല്ലോ. ഇപ്പൊ നമ്മളൊരിടത്ത് പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറൊരാൾക്ക് സ്വാഭാവികമായിട്ട് ഒരു അമ്മ എന്നുള്ള നിലയിൽ ഒരു ഉപദേശം തരാമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒരു ടിപ്പ് ആ സമയത്ത് ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഉണ്ടോ? ചോദിച്ചിട്ട് അമ്മ തగ్గടിച്ചിട്ട് പോയി. എന്തായിരുന്നു? അതാണ് സംഭവിച്ചത്. ചോദിച്ചത് എങ്ങനെയാണ് ഇപ്പൊ ഇത് അഭിനയം, ഇത് നീ അങ്ങ് ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അത് ചെയ്യാൻ അറിയാത്തോണ്ടാണല്ലോ ഞാൻ ചോദിച്ചത്. അപ്പൊ നീ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അത് പിന്നെ അല്ലാതെ ഉള്ള നമ്മുടെ കോണ്ടാക്റ്റിനെ കുറിച്ച് ഒരു ഇതുണ്ടായിരുന്നു. മറ്റേ രാവിലെ പോണം, ഉറപ്പിക്കരുത് എന്നുള്ള അത്തരം സാധനങ്ങൾ. അഭിനയം ചോദിച്ചപ്പോൾ ഇങ്ങനെ തగ్గടിച്ചിട്ട് പോയി. വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു വേറൊരു ഏരിയ ഉണ്ട് ലളിത ചേച്ചിയുടെ. അത് ലളിത ചേച്ചി എന്ന കുക്കാണ്. അത് ഒരു പക്ഷെ മനുഷ്യന് അറിയാൻ പറ്റിയേക്കും, സിദ്ധുവിനും അറിയാം ഉറപ്പായിട്ടും. സാമാന്യമായിട്ട് ഭയങ്കരമായ കൈപ്പുണ്യമുള്ളൊരു കുക്കാണ്. സൺഡേ ഹോളിഡേ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കിതുപോലെ ചോറ്റുപാത്രത്തിൽ നാടൻ ഇലക്കറികൾ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റി ഫുഡാണ് ഉണ്ടാക്കുന്നത്. നാടൻ കറികളാണ്. അത് ഒരു ചോറ്റുപാത്രത്തിൽ അങ്ങനെ കൊണ്ട് തന്നിട്ട് പറഞ്ഞു, വേറെ ആർക്കും ഇല്ല കേട്ടോ, ജസ്സിന് മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ഉണ്ടാക്കാനുള്ള സമയമൊന്നുമില്ല. ഒരു മാമ്പഴ കൂട്ടാൻ ഉണ്ടാക്കിക്കൊണ്ടുവരും. മാമ്പഴം പുളിശ്ശേരി അല്ലേ സാർ, കൂട്ടാൻ. അതിൽ തേങ്ങയൊന്നും അരക്കില്ല, സിമ്പിളാണ്. അത് എനിക്ക് അമ്മയാണ് പഠിപ്പിച്ചത്. പക്ഷെ അതിപ്പോ എന്റെ കറിയായിട്ട് ഞാൻ വെച്ചാണ്. പിന്നെ അമ്മയുടെ അവിടെ വടക്കാഞ്ചേരിയിൽ പോകുമ്പോഴും പലപ്പോഴും അതിൽ പോകുമ്പോഴും ഒക്കെ അവിടെ തങ്ങുന്നതും അമ്മയ്ക്ക് ഈ പറഞ്ഞ പോലെ ഫുഡ് ഉണ്ടാക്കി തരുന്നതും ഒക്കെ ഇഷ്ടമാണ്. എനിക്കൊന്ന് കൂർക്കയൊക്കെ കൃഷി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ അവിടുന്ന് കൂർക്കയൊക്കെ ഭയങ്കര പ്രൗഡാണ് അമ്മ. ആ ടേബിളില് സെറ്റ് ചെയ്തിരിക്കുന്ന എല്ലാം നമ്മുടെ പറമ്പിൽ നിന്നുണ്ടായ സാധനമാണ്. അതുകൊണ്ട് കഴുകി ചക്ക മുളകോശിയും ഒന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. എപ്പോ ഞാൻ കുറേ പോയി നിന്നിട്ടുണ്ട് അവിടെ വടക്കാഞ്ചേരിയിൽ. അപ്പോഴൊക്കെ ഇങ്ങനെ പല പല വെറൈറ്റി സാധനങ്ങളാണ് കൊണ്ടുവരിക. അതുപോലെ എഴുതിയ പുസ്തകം, ആ ബുക്ക് വായിച്ചിട്ട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെ ഇത് ഓർത്തിരിക്കുന്നത്? ആ കഥ തുടരും എന്നാണ് ആ ബുക്കിന്റെ പേര്. പുതിയ കാര്യങ്ങളൊക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അമ്മയുടെ ഡേറ്റ്സ്, അമ്മയുടെ ചെയ്യാൻ പോകുന്ന വർക്ക് ഏത് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് പൈസ കൊടുത്തു, ഇതൊക്കെ സെറ്റിലിരുന്നാണ് സംസാരിക്കുന്നത്, അഡ്വാൻസ് കൊടുത്തു എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അമ്മയ്ക്ക് മറവി വരും. അതൊക്കെ മറവിയാ. അമ്മ ആരാ വിളിച്ചേ? ഏതോ ഒരു ശ്രീകുമാർ, ഏതോ ഒരു ശ്രീകുമാർ. ആരാ ഡയറക്ടർ? ഞാൻ ചോദിച്ചില്ല. എവിടെ ലൊക്കേഷൻ എവിടെ? ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട് പൈസ വരും. പൈസ വരും, എത്ര രൂപ തന്നു അപ്പൊ തന്നെ എഴുതി വെക്കും. കാരണം എന്നിട്ട് ഡേറ്റ്സ്, ഈ സിനിമയുടെ ഡേറ്റ്സ് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട്, അമ്മയുടെ സിനിമയുടെ ഡേറ്റ്സ്. എടീ ഞാൻ അന്ന് അവിടെ നിന്ന് പറഞ്ഞത് എന്താന്ന്, പക്ഷെ പഴയ കാര്യങ്ങൾ ചോദിച്ചു നോക്കിയോ, ഒന്നും തെറ്റാതെ. അത് മഞ്ജു ചേച്ചി ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട് കുറെ. നമ്മുടെ ഈ ഒരു ലാസ്റ്റ് ഒരു 5-6 ഇയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം.
അമ്മ ഇരിക്കുമ്പോൾ അവർ അവരുടെ മെമ്മറീസിൽ ഭയങ്കരമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുകയും ഇപ്പോൾ വടക്കാഞ്ചേരിയിൽ ഒരു ഇച്ചിരി ലോൺലി സ്പേസ് ആണത്. നല്ല ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യാം, പക്ഷേ ഒരു ഇച്ചിരി ഓഫായിട്ടല്ല, ഇച്ചിരി ഡിസ്കണക്റ്റഡ് ആയിട്ട് കിടക്കും. അപ്പോൾ അവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഞാൻ അവിടെ ഉള്ളപ്പോൾ അമ്മ ഒരു 4 മണിയൊക്കെ ആകുമ്പോൾ അവിടെ ഫ്രണ്ടിൽ വന്നിരുന്ന് ഒരു ചായയൊക്കെ പിടിച്ച് ആയിരിക്കും ഒരു 6-6:30 വരെ വേറെ ഒന്നും ചെയ്യില്ല. ഫോണിൽ നോക്കലില്ല, ഫോണിൽ വിളിയില്ല, പരദൂഷണം പറിച്ചിട്ടുള്ള ഒന്നുമില്ല. ചായം കുടിച്ച് ആ ഹൊറൈസണിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ അവിടെ ബേസിക്കലി ഓർമ്മകളായിരിക്കുമല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തൊക്കെയോ പ്രിമനിഷൻ ആണോ എന്താണോ അത് മേ ബി നമ്മളൊക്കെ അങ്ങനെ എത്തുമായിരിക്കും അഭിപ്രായമാകുമ്പോൾ. ഈ കോവിഡ് സമയത്താണല്ലോ അമ്മ ഇങ്ങനെ കോവിഡ് വല്ലാതെ ബാധിച്ചു. അപ്പൊ ആ സമയത്ത് ഞാനും ഈ പറഞ്ഞ പോലെ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഫാമൊക്കെ ആയിട്ട് ആ സമയത്ത് എൻ്റെ അടുത്ത് പറയായിരുന്നു കേട്ടാ, നീ കൊണ്ട് തല വെക്കുന്നത് ഒരു ആപത്തിലാണ്, കൃഷി എന്ന് പറഞ്ഞാൽ നിക്കില്ല നിന്റെ കയ്യില്. ആ സമയത്ത് അമ്മ ഒരു തമിഴ് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴ്നാട്ടിലേക്ക് പോയി. എനിക്കൊന്ന് പൊടിച്ചേച്ചി കണ്ടായിരുന്നു ഒരു സിനിമ, പൊടിച്ചേച്ചി കണ്ട ഒരു സിനിമ. ആ സിനിമയുടെ സമയത്ത് ഒരുപക്ഷെ മണിയമ്മയ്ക്ക് അറിയായിരിക്കും. കാരണം ഡെയിലി ഗുളിക കഴിക്കുന്ന പോലെ രാവിലെ വിളിക്കും, ഉച്ചയ്ക്ക് വിളിക്കും, വൈകിട്ട് വിളിക്കും, അപ്പം ഡെയിലി വിളിക്കും. അപ്പോൾ മണിയമ്മ ചോദിച്ചു, എന്തിനാണ് ആ കുട്ടി എപ്പോഴും ഇങ്ങനെ വിളിക്കുന്നത്, അതെന്തെങ്കിലും ജോലിയിലായിരിക്കില്ലെന്ന് ചോദിച്ചപ്പോൾ, നിന്റെ കാച്ചിനൊന്നും അല്ലല്ലോ ഞാൻ വിളിക്കുന്നത്, എൻ്റെ ഫോണിൽ നിന്നല്ലേ വിളിക്കുന്നത്. മണിയമ്മ വഴക്ക് പറഞ്ഞിട്ട് ഒന്നും പറയില്ല. എടി ഇവിടെ ഭയങ്കര ബോറടി ആടി, എനിക്ക് വയ്യാത്തോണ്ട് എന്നെ ഇവിടുന്ന് ആരും വിടുന്നില്ല, ബോർഡറിൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മാക്സിമം ഫോൺ കോളുകൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ചിലപ്പോൾ എൻ്റെ ഫാമിലി പോത്താണല്ലോ കൂടുതലുള്ളത്. ഈ സമയത്തൊക്കെ ചിലപ്പോൾ ഫോൺ എടുക്കാൻ കണ്ടാൽ തന്നെ തിരിച്ച് കയ്യിൽ എന്തെങ്കിലും ആയിരിക്കും തിരിച്ച് വിളിക്കാമെന്ന് വിചാരിക്കും. ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ എനിക്ക് പിന്നെ മനസ്താപം ഉണ്ടാക്കി. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു 3-4 ദിവസം എന്നെ ഒരു 10-12 ദിവസത്തോളം കണ്ടിന്യൂസ് വിളിച്ചിരുന്നു. പിന്നെ കുറച്ച് ദിവസത്തേക്ക് വിളികൾ വരാതിരുന്നപ്പോൾ ആണ് എനിക്ക് ഞാനിത് എന്താ എന്നറിയാൻ വേണ്ടി, ഇതെന്താ വിളിച്ചില്ലല്ലോ, അങ്ങനെ പതിവില്ലല്ലോ, വിളിച്ചില്ലോ, തിരിച്ചു വിളിക്കുമ്പോഴാണ്. അപ്പോഴേക്കും അമ്മ തിരിച്ചു വന്നു കഴിഞ്ഞു, അഡ്മിറ്റായി. അതെനിക്കിപ്പോഴും ഭയങ്കര ഒരു വിഷമമാണ്. കാരണം ആ കോളുകൾ ചിലരെങ്കിലും ഞാൻ എടുക്കാതെ പോയി എന്നുള്ളതൊരു ഭയങ്കര വിഷമമാണ്. 4 സ്റ്റേറ്റ് അവാർഡ്, 2 നാഷണൽ അവാർഡ്. പലപ്പോഴും ഈ സീനിയോറിറ്റി ഒരു ബാധ്യതയാകുന്ന ആളുകളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. സീനിയോറിറ്റി കൊണ്ട് നമ്മളോട് മിണ്ടാൻ വൈമുഖ്യം കാണിക്കുക, അല്ലെങ്കിൽ ആ സീനിയോറിറ്റിക്കുള്ള പരിഗണന എനിക്ക് ലഭിച്ചില്ല എന്ന പരാതികൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ലളിത ചേച്ചിയൊക്കെ എല്ലാവർക്കും ആക്സസ് ചെയ്യാം. നമുക്ക് ഈ ബഹുമാനം സ്നേഹമാകും, ബഹുമാനം ഭയമാകും. ബഹുമാനം സ്നേഹമായി മാറുന്നതല്ലാതെ ലളിത ചേച്ചിയോട് നമുക്ക് അങ്ങനെ ആ ഒരു ഇത്ര സീനിയറാണ് എന്ന് വന്ന ഒരാളാണെന്ന് തോന്നിയിട്ട് അതൊരു ഭയമായി അകന്നു നിൽക്കാൻ തോന്നിയിട്ടില്ല. അല്ല, നമ്മള് ഷോട്ട് കഴിഞ്ഞാൽ കാരോനിൽ പോയിരിക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അല്ല ഒരു ഫോണുണ്ട്, ഫോണില് ഒന്നും അറിയില്ല, ഒരു വക ഫോണിൽ ചെയ്യാൻ അറിയില്ല. ലേറ്റസ്റ്റ് സ്മാർട്ട് ഫോൺ അതെ, എടി ഇതൊന്ന് പഠിപ്പിച്ചു അടി, ഇതൊന്ന് ചെയ്ത് അടിന്നുകൊണ്ട് എന്റെ കൊണ്ട് എന്തെങ്കിലും ചേർക്കും. പക്ഷെ യൂട്യൂബ് എടുത്ത് പഴയ സിനിമ ആരും പഠിപ്പിക്കണ്ട. ലളിത ചേച്ചിയെ കൊണ്ട് സിനിമയിൽ പാട്ട് പാടിച്ചിട്ടുള്ള ഒരാളാണ് രാജസേനൻ സാറ്. ഒരുപാട് സിനിമകളിൽ, ആദ്യത്തെ കൺമണി പോലുള്ള സിനിമകളിൽ വളരെ വലിയ വേഷങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു സംവിധായകനാണ്. നമുക്കൊന്നുകൂടെ അദ്ദേഹത്തിൻ്റെ കാണാം. എൻ്റെ പല സിനിമകളിലും ഒരു നിറസാന്നിധ്യമായിരുന്നു ലളിത ചേച്ചി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കടിഞ്ഞൂൽ കല്യാണം ചേച്ചിക്ക് ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ട്രസ് കിട്ടി. പിന്നെ സ്വപ്നം കൊണ്ട് തുലാഭാരം, പിന്നെ കഥാനായകൻ, ഒരു സ്മോൾ ഫാമിലി, അങ്ങനെ പല സിനിമകളിലും ചേച്ചി ഉണ്ടായിരുന്നു. സ്വപ്ന ലോകത്തെ ബാലഭാസ്കരൻ, അതിനകത്ത് ഒരു ഗഡിലം ക്യാരക്ടറാണ് ചേച്ചി ചെയ്തിരുന്നത്. അപ്പോൾ കഥ ചിന്തിക്കുമ്പോൾ നമുക്ക് ചിലരെ നിർബന്ധമായിട്ടും വേണമെന്ന് തോന്നും. അതാണ് ലളിത ചേച്ചിയുടെ പ്രത്യേകത. തീർച്ചയായിട്ടും മലയാള സിനിമയിൽ ഒരുപാട് വർഷങ്ങൾ നിറഞ്ഞു നിന്നിരുന്ന ഒരു അത്യപൂർവമായ ഒരു കലാകാരി തന്നെയാണ് ലളിത ചേച്ചി. പിന്നെ ഒരു അമ്മ കഥാപാത്രം ലീഡ് ചെയ്യുന്ന സിനിമ, അത്തരം സിനിമകൾ വളരെ അപൂർവമായിരിക്കും. അങ്ങനെ ഒന്നാണ് ആദ്യത്തെ കൺമണി. അപ്പോൾ അത് ആ കഥ ചർച്ച ചെയ്യുന്ന സമയത്തും റാഫി മെക്കാട്ടിനും എനിക്കും വളരെ നിർബന്ധമായിരുന്നു ആ സെൻട്രൽ ക്യാരക്ടർ ലളിത ചേച്ചി തന്നെ വേണം. കാരണം ആ ഒരു ഡോമിനേഷനിലേക്ക് എത്താൻ ശബ്ദം കൊണ്ടും മുഖം കൊണ്ടും ചലനം കൊണ്ടും ഒക്കെ എത്താൻ ലളിത ചേച്ചിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ടെലിവിഷനിൽ മുൻപ് പല പരിപാടികൾ ഞാൻ ഉൾപ്പെടെ അവതാരകനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും ചില പരിപാടികൾ നമ്മുടെ ഹൃദയത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്നതാണ്. അതങ്ങനെ ഒരു എപ്പിസോഡിലോ 2 എപ്പിസോഡുകളിലോ പറഞ്ഞ് അവസാനിപ്പിക്കാവുന്ന
കാര്യങ്ങളുമല്ല. ഇവരെല്ലാം എത്രയോ മണിക്കൂറുകളോളം മലയാളികളുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ വെറുതെ ഈ എപ്പിസോഡിനിടയിൽ എവിടെയോ നമ്മൾ കഥാപാത്രങ്ങൾ പറയാൻ തുടങ്ങിയപ്പം വളരെ എളുപ്പത്തിലൊരു 10-15 കഥാപാത്രങ്ങൾ നമ്മൾ പറഞ്ഞു പോയി. പറയാത്തത് അത്രയും തന്നെ വീണ്ടും ഓർമ്മയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞതും പറയാത്തതുമായ എത്രയോ കഥാപാത്രങ്ങളാണ് ലളിത ചേച്ചിയുടേതായിട്ട് നമ്മൾ ഓരോ മലയാളിക്കും ഓരോ ലളിത ചേച്ചിയെ ഓർമ്മയുണ്ട്. അവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെയോ സ്വാധീനിച്ച ആളായിട്ടും അമ്മയായും സഹോദരിയായും ഒരുപാട് ഓർമ്മകളിൽ ലളിത ചേച്ചി ഉണ്ട്. നമുക്കിനി ഓർമ്മയിൽ എന്നും എന്ന് പറയുന്ന ഈ പരിപാടി ലളിത ചേച്ചിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഈ എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കാം. വന്ന ഓരോരുത്തരോടും എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു. നമുക്കൊരു സൈനിങ് സെഷനിലോട്ട് കിടക്കാം. KPSC ലളിത ചേച്ചി 50 വർഷങ്ങൾ, 500-ലേറെ സിനിമകൾ, 50 മിനിറ്റ് ദൈർഘ്യമുള്ള 2 എപ്പിസോഡുകൾ കൊണ്ട് നമുക്ക് പറയാവുന്ന ഒരു പരിചയമല്ല, സ്നേഹമല്ല മലയാളിക്ക് ലളിത ചേച്ചിയോടുള്ളത്. എങ്കിലും ലളിത ചേച്ചിയുടെ നല്ല ഓർമ്മകൾ എന്നും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഓർമ്മയിലെന്നും എന്ന ഈ പരിപാടിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. സിദ്ധാർത്ഥന് ഒരു ഉപഹാരം കൊടുക്കുന്നതിന് കമൽ സാറിനോട് അഭ്യർത്ഥിക്കും. അമൃത TV-യുടെ ഒരു സ്നേഹോപഹാരം. വളരെ പ്രിയപ്പെട്ട KPSC ലളിത ചേച്ചി, നമ്മൾ ഓരോ മലയാളികളുടെയും ഓർമ്മയിൽ എന്നും ലളിത ചേച്ചി ഉണ്ടാകും. ലളിത ചേച്ചിയെക്കുറിച്ചുള്ള ഹ്രസ്വമായ ചെറിയ ഓർമ്മകൾ മാത്രമാണ് ഇന്നത്തെ എപ്പിസോഡിൽ പങ്കുവച്ചത്. 5 പതിറ്റാണ്ടുകൾ നീണ്ട ആ വലിയ അഭിനയ ജീവിതം ഓരോ മലയാളിയുടെയും ഓർമ്മകളിൽ എന്നും തിളങ്ങി നിൽക്കുക തന്നെ ചെയ്യും. ഈ പരിപാടിയുടെ അടുത്ത അധ്യായത്തിൽ നമ്മുടെ ഓർമ്മകളിലേക്ക്